സിദ്ദിഖ്, 5 ലക്ഷത്തിന് മുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷം. ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവസാനം പറഞ്ഞ എണ്ണം 4 ലക്ഷമാണ്. 4 ലക്ഷം എറൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഈ വിജയം വയനാട്ടിലെ ജനങ്ങൾ UDF നൽകിയ അനുഗ്രഹീതമായിട്ടുള്ള പിൻബലമാണ്. വയനാടിനെ പൊളിക്കാൻ, വയനാടിനെ തകർക്കാൻ ഏത് ദുഷ്ട ശക്തികൾ വന്നാലും അതിന് കൂട്ടുനിൽക്കാൻ വയനാട് ജനമുണ്ടാവില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ അഭൂതപൂർവമായ ജനമായിരുന്നു. ആ ജനം മുഴുവൻ വോട്ടായി മാറി എന്നുള്ളതാണ്. പിന്നെ വയനാടിൻ്റെ സീരിയസായ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ രാഹുൽ ഗാന്ധിയോട് ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്തുടർച്ചയായി ഈ പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ലീഡർഷിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വയനാട് കർണാടകയുമായി ഓൾറെഡി അവർ സംസാരിച്ചു എന്നാണ് DK ശിവകുമാർ പറഞ്ഞിട്ടുള്ളത്. നൈറ്റ് ട്രാഫിക് ബാൻ, അതുപോലെ റെയിൽവേ ഇഷ്യൂ തുടങ്ങിയതായ ഓരോ കാര്യങ്ങളും വളരെ ആവേശത്തോടു കൂടി UDFൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മൂവ്മെൻറ്റിന് നല്ല ആത്മവിശ്വാസം നൽകും. കാരണം വയനാടിന് 6-7 മാസം MP ഉണ്ടായിരുന്നില്ല. സൂറത്തിലെ HH വർമ്മയുടെ വിധിന്യായമായിരുന്നു കാരണം, CJM കോടതിയുടെ. രാഹുലിനെ അത്രത്തോളം ഭയമാണ്. നെഞ്ചിലേക്ക് കൈ ചൂണ്ടി സത്യം വിളിച്ചു പറയുന്ന നിർഭയനായ പോരാളിയായ രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസത്തോടു കൂടി കരുത്ത് നൽകാൻ ഒരു നിർഭയ വനിതാ പോരാളി എല്ലാ കരുത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് പോവുക. അത് കേരളത്തിലെ UDFന് കരുത്ത് നൽകും, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മൂവ്മെൻറ്റിന് കരുത്ത് നൽകും. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി.